ഭാരതീയ തത്വചിന്തകളിൽ ദൈവമാര് എന്ന ദൈവാന്വേഷണത്തിന് ഉത്തരമായി പലപ്പോഴും പറയുന്നത് നേത്തി നേത്തി എന്ന നേത്തി എന്ന വാക്കിന് അതല്ല ഇതല്ല എന്നുള്ളത്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് എന്ന് പറയാനായിട്ട് സാധിക്കാതെ പോവുകയും, എന്നാൽ ബൈബിളിൽ ഈശോ ആരാണ് എന്ന് വളരെ പ്രസ്പഷ്ടമായി പറയുന്നുണ്ട്. അതിൽ യോഹന്നാൻ്റെ സുവിശേഷമാണ് എന്ന് നമ്മൾ വായിച്ചു കേൾക്കുക. യേശു ആര് എന്ന ചോദ്യത്തിന് 7 പ്രതീകങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ്റെ സുവിശേഷത്തിൽ ഈശോ ആര് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് 7ാമത്തെ പ്രതീകമാണ് എന്ന് നമ്മൾ വായിച്ചു കേൾക്കുക. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, അങ്ങനെയെങ്കിൽ നമ്മളാരാണ്? നമ്മളാര് എന്ന ചോദ്യത്തിനും ഈ ഇന്നത്തെ പ്രതീകത്തിലൂടെ ഈശോ അവതരിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ശാഖകളാണ്. മുന്തിരിച്ചെടിയും ശാഖകളുമാണ് നമ്മളും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്ന് വ്യക്തമാക്കുമ്പോൾ അടുത്ത സാധ്യതകളെക്കുറിച്ച്, ശിഷ്യന്മാരുടെ സാധ്യതകളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. ശാഖകൾക്ക് ഈ തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുക എന്ന ഉത്തരവാദിത്തമാണുള്ളത്. വെറുതെ ചേർന്ന് നിന്നിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതം ഈ ചേർന്ന് നിൽക്കാൻ വേണ്ടി മാത്രമാണ്. ചേർന്ന് നിൽക്കലിൽ വലിയ കഥയൊന്നുമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെയോ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഫലം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ശാഖകൾക്കുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അത് വെട്ടലാണ്. വെട്ടൽ ഫലം പുറപ്പെടുവിച്ചാലും ഉണ്ടാകും, ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലും ഉണ്ടാകും. ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകൾ വെട്ടുന്നത് കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത ശാഖയ്ക്ക് വെട്ടുകിട്ടുന്നത് എന്നേക്കുമായി ഉള്ള നാശത്തിനാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നത്തെ വചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, തീയിലെറിയപ്പെട്ട് ചാരമായി തീരാനാണ്. നരകത്തിൻ്റെ പ്രതീകം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കണം. അപ്പോൾ ശാഖയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി വെട്ടുകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിപരീത അനുഭവങ്ങളിലൂടെ, വേദനകളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, പ്രശ്നങ്ങളിലൂടെയൊക്കെ ഈ വെട്ടുകൾ കിട്ടുന്നുണ്ട്. ഈ വെട്ടുകൾ കിട്ടുമ്പോൾ ഇത് നാശത്തിലേക്കാണോ പോകുന്നത്, തീയിലേക്കാണോ, ചാരത്തിലേക്കാണോ പോകുന്നത്, അതോ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ ഉള്ള ഊർജത്തിലേക്കാണോ എന്നുള്ളതാണ്. ഈ മനോഭാവമാണ് ഏറെ പ്രധാനപ്പെട്ടത്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ഈസ്റ്റർ ആഘോഷിച്ച നമ്മൾ ഈ ദുഃഖവെള്ളിക്കപ്പുറം, വെട്ടുകൾക്കപ്പുറം ഫലം പുറപ്പെടുവിക്കേണ്ട ഒരു കാലമുണ്ട് എന്ന് ഈ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സമസ്ത മേഖലകളിലും ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വെട്ടുകളൊക്കെയും കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ബാധ്യത ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ഏറ്റെടുക്കാനുള്ള കൃപ, സന്മനസ്, സാധ്യത, സാഹചര്യം യാചിച്ചുകൊണ്ട് ഈ വിലയെ നമുക്ക്